മുഖ്യമന്ത്രി പറഞ്ഞത് ഒരാളെ പ്രൈവറ്റ് ഏരിയയിൽ മൊബൈൽ വേണ്ട ഇവിടെ നിൽക്കാലോ. വോൾട്ടേജ് കുറവുണ്ട് പറഞ്ഞു. ഡ്രോപ്പ് ആണ് ചെക്ക് ചെയ്തപ്പോ വർക്ക് ചെയ്യണില്ല. എന്തിട്ട് പറഞ്ഞ ഒരു മിനിറ്റ് പറയട്ടെ. ഞാൻ ചേട്ടനോട് വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നല്ലേ പറഞ്ഞേ. അത് ഞാൻ ഫ്രണ്ട്സ്, ഞാനിത് ഇയാളുടെ അടുത്ത് നന്നാക്കാൻ കൊടുത്തത് ഓണാവണില്ല എന്നുള്ള കംപ്ലൈൻറ്റ് കൊണ്ടാണ്. തിരിച്ച് ഇയാളുടെ അവിടെ നിന്ന് കൊണ്ട് കുത്തിയപ്പോൾ ഇത് ഓണാവണില്ല. അപ്പോൾ ഇയാൾ എന്നോട് ചോദിക്കണത് എനിക്കെന്തിട്ട് പറയാനുള്ളതെന്ന്. ഞാനിത് കൊണ്ടുവരുമ്പോഴേ ഇത് ഓണാവുന്നുണ്ടായിരുന്നില്ലെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പം. കാരണം ഇത് ഓണാവണ്ടാണ് ഇയാളുടെ അടുത്ത് റെഡിയാക്കാൻ കൊടുത്തത്. എന്നിട്ട് തിരിച്ചിവിടെ വന്ന് കുത്തിയപ്പോൾ വീണ്ടും ഓണാവണില്ല. ഞാൻ വോൾട്ടേജ് ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇത് ഓണായിരുന്നു. വിത്തൗട്ട് ലോഡിൽ 14 വോൾട്ടും കാണിച്ചിരുന്നു. ലോഡ് കൊടുക്കുമ്പോൾ ഇത് വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നു. ഇതാണ് എൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നത്. ഇത് ഇവിടെ വന്നപ്പോൾ ഓണാവണില്ല. ഇയാൾ ഇത് ഓണാവണില്ല എന്ന് പറഞ്ഞിട്ട് ഡെഡായിട്ട് ഇയാൾ റെഡിയാക്കുന്ന സാധനം തിരിച്ചിവിടെ കൊണ്ടുവന്നപ്പോൾ വീണ്ടും ഓണാവണില്ലെങ്കിൽ ഇയാളെന്ത് അഭിമാനമില്ലാത്ത മനുഷ്യനാണ്. ഇത് ഓണാവണില്ല എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കാനായിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് ഞാൻ പറയട്ടെ എന്താ എനിക്ക് അങ്ങനെ ഇത് വർക്ക് ചെയ്യാത്തതാണെങ്കിൽ നേരിട്ട് ചേട്ടാ ഇത് വർക്ക് ഇല്ല എന്ന് പറഞ്ഞ പോലെ. ആള് പറഞ്ഞത് കേട്ടാ, നീ ഉദ്ദേശിച്ചത് ഇവിടെ ഉഡായിപ്പ് നടന്നില്ല എന്നൊക്കെ. ഇപ്പം നിങ്ങളായാലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, നിങ്ങൾ TV കംപ്ലൈൻ്റ് ആയി, എളുപ്പത്തിന് TV എന്ന് പറയാം, നിങ്ങളിത് റിപ്പയർ ചെയ്യാൻ കൊടുത്തു. അവിടെ നിന്ന് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ട് വന്നപ്പോൾ ഇത് വീണ്ടും കംപ്ലൈൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കൊടുത്ത അതേ കംപ്ലൈൻറ്റിനായിരിക്കാം, ചിലപ്പോൾ വേറൊരു കംപ്ലൈൻറ്റ് പുതിയതായിരിക്കാം. നിങ്ങൾ നേരെ ഇത് റിപ്പയർ ചെയ്ത ആളുടെ അടുത്ത് കൊണ്ടുപോകല്ലേ ചെയ്യുക. ഇത്രയും ഞാനും ചെയ്തോളൂ. ഇയാൾ റെഡിയാക്കി തന്ന സാധനം ഞാനിവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചപ്പോൾ അതിന് വേറൊരു കംപ്ലൈൻറ്റ് കാണിക്കുന്നു. ഇയാൾ ഡെഡായിട്ടാണെങ്കിൽ റെഡിയാക്കി തന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് പിന്നെ കാണിക്കണത്. അപ്പോൾ പിന്നെ ഞാനിത് ഇയാളുടെ അടുത്തല്ലേ കൊണ്ടുപോവുക. അത് ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ ഉള്ള ഒരു മനസ്സ് അയാൾക്കില്ല. അയാൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് വെറുതെ കിടന്ന് തുള്ള തുറക്കാൻ. അല്ലാണ്ട് ആ നേരെ അയാൾക്കത് ചെക്ക് ചെയ്താൽ മതി. സംഭവം ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇയാൾ എനിക്ക് റെഡിയാക്കി തന്നില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ തന്നെ അത് ചെക്ക് ചെയ്തതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു. ഒരു ഷോർട്ട് കീ ഡയോഡിൻ്റെ ലെഗ് ക്രാക്കായിരിക്കുന്നത് കൊണ്ടാണ് അത് ഓണാവേണ്ടിയിരുന്നത്. പിന്നെ അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ കാരണം ഒരു കപ്പാസിറ്റർ ബഡ്ജായിരിക്കുന്നുണ്ട്, അതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഷോർട്ട് കീ ഡയോഡ് ഞാൻ സോൾഡർ ചെയ്തിട്ട് അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പാസിറ്റർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പും തീരും. നമ്മൾ ഒരാൾക്കൊരു സാധനം സർവീസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അയാൾ ആ സാധനം കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ച് വരുമ്പോൾ കൊണ്ടുപോയ സാധനം തിരിച്ച് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം എന്നുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. ചെക്ക് ചെയ്താൽ അറിയുള്ളൂ അതിനെന്ത് സംഭവിച്ചേക്കണമെന്ന്. റിപ്പയർ ചെയ്യുന്ന സമയത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഷോർട്ട് കീ ഡയോഡോ അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസിസ്റ്ററോ എന്തിൻ്റെങ്കിലൊക്കെ ലെഗ് ക്രാക്ക് ആവാം, ഇളകാം. കാരണം സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബോർഡ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടേക്ക് സർവീസ് ചെയ്യുമ്പോൾ അത് സംഭവിച്ചിരിക്കാം. അപ്പോൾ ഇത് ഇയാളാണ് ലാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് സർവീസ് ചെയ്തത്. ഒരു പക്ഷേ ഇയാൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. എനിക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കി തന്നതാവാം. എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൊണ്ടുചെന്ന വഴിക്ക് ഇയാൾ ഇത് കത്തിക്കയറാൻ നിൽക്കണത്. അല്ലെങ്കിൽ ഇയാൾ സമാധാനം പോലെ പറയണ്ടേ. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ടെക്നീഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഇതല്ലാത്ത വളരെ നല്ല ആൾക്കാരും നല്ല ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് റീസെന്റ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരാളെ പ്രൈവറ്റ് ഏരിയയിൽ മൊബൈൽ വേണ്ട ഇവിടെ നിൽക്കാലോ. ഇവിടുന്ന് वीडियोस बनाने हैं फिल्मोरा है ना।